ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡെവിൾ ബിസൈഡ് യു എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ പാർട്ടാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മളുടെ യുവാനും ഹീറോയിനും കൂടെ ആ ഒരു കോൺസെപ്റ്റ് കാണാൻ പോയിട്ട് അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് യുവാൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ ഒരു കൊച്ചിനെ വഴക്കു പറഞ്ഞതിൻ്റെ കാരണം അവൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല, അവനാണെങ്കിൽ ആ ബേർഡ്സിനെ പടക്കം വെച്ച് കൊല്ലാൻ നോക്കി, അതുകൊണ്ടാണെന്നൊക്കെ ഉള്ള കാര്യം. അതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഭയങ്കര സങ്കടമായിരിക്കും. വീട്ടിൽ വന്നിട്ട് അവൾ കുളിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്തും നമ്മുടെ ജിയാങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഓർമ്മ വേണം. അവൾക്കാണെങ്കിൽ ഭയങ്കര ൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ആ സമയമാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവളാണെങ്കിൽ പുറത്തോട്ട് വന്ന് ആരാണ് നോക്കാൻ വേണ്ടി ടവലൊക്കെ എടുത്ത് കെട്ടുന്നുണ്ട്. ആ സമയം അവളുടെ ഫോണും ബെല്ലടിക്കുന്നുണ്ട്. അവൾ അങ്ങനെ പതുക്കെ പുറത്തോട്ട് വന്ന് ഡോറ് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നുണ്ട്. അടുത്ത് അവൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഹീറോയുടെ പപ്പേനെയാണ്. ഞാൻ വീണ്ടും സ്വപ്നം കാണായിരിക്കും, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കിടക്കുന്നുണ്ട്. മോളെ നീ എണീറ്റോ എന്ന് പറഞ്ഞ് പപ്പ ചോദിക്കുന്നുണ്ട്. എന്ത്, അപ്പോൾ സ്വപ്നമല്ലേ, ഞാനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾക്ക് പാതി മയക്കത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ആ ഫോണിൽ അവളുടെ അമ്മയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. നമ്മുടെ അടുത്ത് റിലേറ്റീവ് മരിച്ചുപോയി, ഞാൻ ഇനി വരാം, ഒരു 4 ദിവസം ഹീറോയുടെ പപ്പേനെ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കോള് വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ വോയിസ് മെയിലും അയച്ചിട്ടുണ്ട്. അതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോഴാണ് അവൾ ഡ്രസ്സ് നോക്കുന്നത്. അവൾ ടവലിട്ടുകൊണ്ടാണല്ലോ പുറത്ത് വന്നത്, ഇപ്പോൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, എൻ്റെ ഡ്രസ്സ് ആരാ മാറ്റിയെന്ന് അവൾ പേടിക്കുന്ന കാണുമ്പോൾ പപ്പ പറയുന്നുണ്ട് അത് ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന്. ശരി ശരി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ പപ്പ കരയുന്നുണ്ട്. നീ നിന്നെ പപ്പയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് അടിക്കും. അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ എന്ന് പറയുമ്പോൾ ഇല്ല, നിൻ്റെ അമ്മേനെ കല്യാണം കഴിക്കുന്നതിൽ നിനക്കൊരു സന്തോഷം ഇല്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും സെൻറ്റിമെൻറ്റ്സ് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ശരി ഞാൻ ഒരിടത്തും പോകണില്ല, ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവൾക്ക് നമ്മുടെ പപ്പയാണെങ്കിൽ അവളുടെ ആൽബം ഒക്കെ എടുത്ത് കാണിക്കും. അതിനകത്ത് നമ്മുടെ ജിയാങ് കുട്ടിയായിരുന്ന സമയത്തുള്ള ഫോട്ടോസൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ഇവളെ കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടി പോലെയാണല്ലോ കൊച്ചിലിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സംസാരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നത്. അത് കണ്ടതും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഇതാണോ ജിയാങ്ങിൻ്റെ അമ്മ എന്ന്. അപ്പോഴേക്കും പപ്പയുടെ മുഖം ഒരുമാതിരി ആയിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ ഈ ഫോട്ടോ എടുത്ത് കളഞ്ഞു എന്നാണ് കരുതിയത്, പക്ഷെ അത് കളഞ്ഞിട്ടില്ലല്ലേ എന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ജിയാങ്ങിൻ്റെ കുട്ടിക്കാലത്തല്ല, ഞാൻ ബിസിനസ് ജോലി എന്ന് പറഞ്ഞ് തിരക്കിലായിരുന്നു. ഫാമിലിയും മക്കളെയും എല്ലാം നോക്കിയത് അവളാണ്. ആ ഒരു ലോഡ് അവൾക്ക് താങ്ങാൻ പറ്റാതെ അവൾ നമ്മളെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെയാണ് ഡൈവേഴ്സ് ആയത്. ജിയാങ്ങിന് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അമ്മ അവനെ ഉപേക്ഷിച്ച് പോയത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. അവൻ ഭയങ്കര ലോൺലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയമാണ് നമ്മുടെ ഹീറോയിൻ, നിൻ്റെ അമ്മ എന്താ നിനക്ക് മാനേഴ്സ് ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അയ്യോ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ഇവിടെ പപ്പയാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യായിരിക്കും. ആ സമയം അവിടേക്ക് ജിയാങ് വരുന്നുണ്ട്. ഉടനെ അങ്കിൾ ജിയാങ് വന്നു എന്ന് പറയും. ഉടനെ പപ്പയാണെങ്കിലും മോനെ നീ വന്നോ എന്ന് പറഞ്ഞ് അവനെ ഹാഗ് ചെയ്യാൻ വേണ്ടി ഓടി പോകുമ്പോഴേക്കും അവിടെ ഉള്ളൊരു ചവിട്ടി തെറ്റിനി അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. അവർ പിടിക്കുമെന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ പപ്പ മൂക്കും കുത്തനെ അവിടെ വീഴും. നിങ്ങളെന്താ എന്നെ പിടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോ പറയും, നിങ്ങൾ തവയും കൊണ്ട് എന്നെ അടിക്കാൻ വന്നു എന്നാണ് വിചാരിച്ചതെന്ന് പറയും. നിനക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവരെല്ലാവരും സന്തോഷത്തോടെ ആ ഉണ്ടാക്കിയ ഫുഡെല്ലാം ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വരുന്ന നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവളുടെ ആ ഒരു സ്കാർഫ് നോക്കിയിരിക്കുകയായിരിക്കും. ഇവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. അവൻ്റെ കൈ മുറിഞ്ഞത് അവൾ ഓൾറെഡി കണ്ടതുകൊണ്ട് തന്നെ അതിന് മരുന്നൊക്കെ വെച്ച് കൊടുക്കും. അവളെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹീറോ ഇരിക്കുന്നുണ്ടായിരിക്കും. അത് അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നും. അവൾക്കാണെങ്കിൽ ഒരു ടെൻഷൻ പോലെ എന്തൊരു വല്ലാത്ത ഫീലിങ്സ് തോന്നും. അവളുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഹീറോ ചോദിക്കും, നിനക്കെന്താ തണുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് തണുപ്പൊന്നും ഇല്ലയെന്ന്. എങ്കിലും അവൾ വിറയ്ക്കുന്നത് കണ്ടിട്ട് ഹീറോ ആണെങ്കിൽ അവർ ബെഡ്ഷീറ്റ് എടുത്ത് അവൾക്ക് പുതച്ചു കൊടുക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് തണുക്കുന്നൊന്നുമില്ലയെന്ന്. അവനാണെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് അവളുടെ ഷോൾഡറിൽ തല വെച്ച് അങ്ങനെ ഉറങ്ങും. പിന്നെ ആണെങ്കിൽ അവൾ അവിടെ ഉറക്കി കിടത്തിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ അവളുടെ ഡ്രസ്സിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവൾക്ക് പോകാൻ പറ്റത്തില്ല. അവളും വേറെ നിവൃത്തിയില്ലാതെ അവൻ്റെ കൂടെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഉണരുമ്പോൾ അവളെ ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും. അവളാണെങ്കിലും ഉറക്കത്തിൽ ഗുഡ് മോർണിംഗ് പറയും. എന്നിട്ടാണ് അവൾക്ക് ബോധം വരുന്നത്. ഞാൻ ഇവിടെയാണ് ഉറങ്ങിയെന്ന് ചോദിക്കും. നീ ഇവിടെ തന്നെ ഉറങ്ങിയെന്ന് ചോദിച്ചു. നിൻ്റെ പപ്പ കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, പപ്പ വന്ന് നോക്കിയായിരുന്നു, നീ ഉറങ്ങിയില്ലേ, അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുമാതിരി തോന്നുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയും, നീ പിന്നെ ഉറക്കത്തിൽ സംസാരിച്ചു കേട്ടോ എന്ന്. ഞാൻ സംസാരിച്ച് ചോദിക്കുമ്പോൾ ജിയാങ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നീ പറഞ്ഞതെന്ന്. ഞാനൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്.
അവർ മൂന്നുപേരും ഒന്നിച്ചാണ് കോളേജിലോട്ട് പോകുന്നത്. എല്ലാവരും ഇവരൊന്നിച്ച് വരുന്നതിനെ പറ്റി നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ സിന്നിൻ്റെ അടുത്തും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ സിന്നാണെങ്കിൽ നിങ്ങളെന്താ ഒരുമിച്ചാണ് ഉറങ്ങിയത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് നമ്മുടെ യുവാനും കേൾക്കുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ ഒരുമാതിരിയാവും. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോകും. ഈ സമയത്ത് ഇവർ രണ്ടുപേരും വീണ്ടും അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവർ ഒന്നിച്ചാണ് താമസിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത യുവാനാണെങ്കിലും എണീറ്റ് ലൈബ്രറിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് അവൻ പോയി ഭയങ്കര ദേഷ്യത്തിൽ നോക്കി നിൽക്കും. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് അവനിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട്. ഇവൻ ഹീറോയിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്കും ആ ഇഷ്ടമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടു. പക്ഷെ ആ സന്തോഷം നീ വേറെ കിസ് ചെയ്യുന്നത് കണ്ടതും മാഞ്ഞു പോയെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീ ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? അത് ഞാനല്ല ചെയ്തത്, അവനാണ് ചെയ്തത്. ഓ അതൊക്കെ എങ്കിൽ പിന്നെ ആ ഒരു കോൺസെപ്റ്റ് നീ എന്തിനാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്? ഞാനും കൂടെ ഉണ്ടായിരുന്നില്ലേന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും തന്നെ പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവാനാണെങ്കിലും ഫ്രണ്ടിലോട്ട് ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ പേടിച്ച് പിറകോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനുള്ള ലഞ്ചും കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇതറിയാതെ നമ്മുടെ സിന്നാണെങ്കിലും ഇവരാണെങ്കിൽ രണ്ടുപേരും പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, ലൈബ്രറിയിൽ എന്തായിരിക്കും ചെയ്യാന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയം സിന്നിന് തോന്നി ഇതെന്താ എനിക്കൊരു നെഗറ്റീവ് ഫീൽ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോ നോക്കിയിട്ടിരിക്കും. നീ ഇപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സിന്നും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവൻ ലൈബ്രറിയിലോട്ട് പോകുമ്പോൾ അവൻ കാണുന്നത് ഇവൻ ഹീറോയിനെ കിസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഹീറോയെ കണ്ടതും അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കാതെ നിൻ്റെ ലഞ്ച് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, പോയി എടുത്ത് കഴിക്കാൻ പറയും. ഹീറോയിൻ ആണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സിന്നും ഷായും കാണുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ട് പറയും, സോറി ഡി, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയല്ലേ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഡിസ്റ്റർബ് ഒന്നും ആയില്ലടാ, നീ വന്നതുകൊണ്ട് എനിക്ക് നന്ദിയാണ് നിന്നോട് തോന്നിയത്. കാരണം നമ്മുടെ യുവാൻ്റെ കൂടെ നിന്ന ആ ഒരു സമയത്തെല്ലാം ഞാനൊരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ ദേഷ്യപ്പെട്ടപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ് തോന്നിയത്. പിന്നെ ജിയാങ് വന്നപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ സിന്നിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം സിന്നിന് ഓൾറെഡി യുവാനെ ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അവൾ വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവൻ നിനക്ക് സ്ട്രേഞ്ചറോ, അവൻ എത്ര നല്ലവനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ട്. നിൻ്റെ തോന്നിയാസത്തിന് വേണ്ടിയിട്ട് നീ എല്ലാവരുടെയും ഇമോഷൻ വെച്ച് കളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് പിണങ്ങിയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ വിഷമിച്ച് എടുത്തിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ നൈറ്റായിട്ട് അവളെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ആ ഒരു വിഷമം വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയും വരും. നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവൾ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, എൻ്റെ ഫ്രണ്ട്സിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയാമോ, അവർക്ക് എന്നോട് വെറുപ്പായി കാണും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, നിനക്കെന്താ ബുദ്ധിയില്ലേ, നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അവളെ കംഫർട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്, അപ്പം നീ എന്നെ പിക്ക് ചെയ്യാനാണോ വന്നത് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ചത് കൊണ്ട് വന്നതാണ്, അല്ലാണ്ട് നിന്നെ പിക്ക് ചെയ്യാമെന്നുള്ള. ശരി വാ, ഇരുട്ടെന്ന് നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് അവൻ സൈക്കിളിൽ പോകുന്നുണ്ട്. അവരങ്ങനെ സ്പീഡിൽ സൈക്കിളിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ആ സമയമാണെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻറ്റിൽ രണ്ടുപേരും താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോയിൻ ആണെങ്കിലും ചിരിച്ചിട്ട് പറയും, നിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ സമയവും എനിക്ക് കഷ്ടകാലമാണല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും അതൊന്നും സാരില്ല, ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവാൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു റിലേഷനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി ഇത് കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ തന്നെ നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സിന്നും അവളുടെ ഫ്രണ്ടും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ ജിയാങ്ങിനെ ലവ് ചെയ്യുകയാണെന്ന്. എന്നിട്ട് നമ്മുടെ യുവാനാണെങ്കിലും അവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് നോക്കിയിട്ട് പറയും, ഞാൻ ഇനി ഒരിക്കലും നിന്നെ സ്നേഹിക്കത്തില്ല എന്ന്. എന്നിട്ട് തിരിഞ്ഞ് നടന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ കരയുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരിക്കും. അവിടേക്ക് കുടയും കൊണ്ട് നമ്മളെ സിൻ വരും. എൻ്റെ കയ്യിൽ കുടയുണ്ട്, നീ നനയണ്ട, എനിക്ക് ഇറക്കിക്കോളാൻ പറയും. അപ്പം നമ്മുടെ യുവാനാണെങ്കിലും എനിക്കിപ്പോൾ മനസ്സിലൊരു വേദനയുണ്ട്, അതിൻ്റെ പുറത്ത് നീ സിമ്പതി കാണിക്കാനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഈ മഴ നനയുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ കുറഞ്ഞോളൂന്ന്. അപ്പം നമ്മുടെ സിന്നാണെങ്കിലും നമുക്കൊന്ന്
പുറത്തു പോകാമോ എന്ന് ചോദിക്കും. ഒരു ഡേറ്റിംഗ് പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കും. അപ്പം നമ്മുടെ യുവാനാണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരാളിപ്പോൾ ഉണ്ട്, ആ ആളുള്ള സമയത്ത് എനിക്ക് വേറൊരാളുടെ മനസ്സിലോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് പറയും. അങ്ങനെയുള്ള എന്നോട് നിനക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് പോയി അവനങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ സ്തംഭിച്ച് നിൽക്കും. എന്നിട്ട് നമ്മുടെ സിന്നാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ എന്താ ഇവിടെ നടന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മുടെ യുവാൻ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വലിച്ചുകൊണ്ട് പോയി അവരെന്നെ ഡിസൈൻ ചെയ്ത കുറേ ഡ്രസ്സെല്ലാം ഇട്ട് ട്രയൽ നോക്കിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയുടെ അമ്മ അബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അമ്മയും പപ്പയായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിലേക്ക് ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടും അവർ സ്പെഷ്യൽ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി അവർ ലഞ്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റ് ആരോ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അതൊരു പോസ്റ്റാക്കി നമ്മുടെ കോളേജിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലും വരുന്നതാണ് കാണുന്നത്. സിന്നും ഈ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ആ ന്യൂസ് കണ്ടത് സിന്നാണ് നമ്മുടെ ഹീറോയിനോട് പറയുന്നത്. ഹീറോയിൻ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് നമ്മുടെ ലേഷാങ്ങാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അവളാണെങ്കിലും എത്രയും പെട്ടെന്ന് ലേഷാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ലേഷാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീയും അവനുമായിട്ടുള്ളത് വെറും സിസ്റ്റർ ബ്രദർ മാത്രമാണെന്ന് എല്ലാവരും അറിയിക്കാനാണ്. നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞു അവൻ്റെ പിറകെ നടക്കാതെയെന്ന്. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവളാണെങ്കിൽ ഭയങ്കര ഹാഷായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് യാങ് പിങ് വരുന്നത്. നിന്നെ ഹീറോ വിളിക്കുന്നു എന്ന് ലേഷാങ്ങിനോട് പറയുമ്പോൾ അവളാണെങ്കിലും അവൻ്റെ കൂടെ ഹീറോയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നീ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പം അവൾ പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയാണെന്നറിയുമ്പോൾ അവൾ ആരും ബുള്ളി ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. നീ എന്ത് തന്നെ ചെയ്താലും ഇതൊന്നും നടക്കത്തില്ല എന്ന് അവൻ പറയും. എന്നിട്ട് ഇതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ മീനാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയെടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള സംസാരം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർന്നിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, ഞാനാണ് ആ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ മാനേജർ എന്ന് പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം സിന്നും ഷായും കൂടെ കാണുന്നുണ്ട്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തിനി എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഡ്രാമ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.